ഇന്ന് രാവിലെയും പതിവ് പോലെ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ നീയക്കൊച്ചി എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ആ നീയക്കൊച്ചിൻ്റെ ചുരുളാപ്പയും കൂടി കെട്ടി ഒതുക്കലായിരുന്നു ഇന്നത്തെ ആദ്യത്തെ പരിപാടി. അപ്പോൾ അത് അതിമനോഹരമായിട്ട് ചെയ്തു. അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ ഓടിച്ചെന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മിച്ച് നല്ല സവാള വട, ഉള്ളിവട എന്നൊക്കെ പറയും, അതുപോലെ തന്നെ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള കാഴ്ചകളാണ്. അപ്പോൾ അതിങ്ങനെ അമ്മിച്ചൂടി ഉണ്ടാക്കിയിടുന്നുണ്ട്. ഞങ്ങൾ ചൂടോടെ നീയക്കൊച്ചി ഞാനും കൂടി ഇങ്ങനെ തിന്നുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല ചൂടുണ്ട്, അത് നല്ല ടേസ്റ്റുമാണ് ചൂടോടെ ഇവിടെ കഴിക്കുമ്പോൾ. അത് അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം നമുക്കിന്ന് തൃശ്ശൂരൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. തൃശ്ശൂർ പോയി വന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ മൊത്തം കട്ടയാണ്, അതായത് കുരുടീസിൻ്റെ ബ്രിക്ക്. ഇത് മേടിക്കാനാണ് മെയിനായിട്ട് തൃശ്ശൂർ പോയത്. അത് തൃശ്ശൂരിൽ നിന്ന് ഞാനിതിങ്ങനെ 10-35 കിലോമീറ്റർ ഇത് ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നു. 5-8 കട്ടകളുണ്ട് അവിടെ. കുരുടീസിൻ്റെ ബ്രിക്കുകൾ ഹോൾസെയിൽ കടയുണ്ട്. അപ്പോൾ അവർ നമുക്ക് പരമാവധി അതൊക്കെ 8 പീസ് കെട്ടിയൊക്കെ വെച്ച് തന്ന് വിട്ടു നമ്മളെ. പിന്നെ തിരിച്ച് വന്നതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചപ്പോൾ ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു. 2 പീസിൻ്റെ ഓർഡറായിരുന്നു ഇന്നുണ്ടായിരുന്നത് കളമശ്ശേരിക്ക്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൊല്ലത്തുനിന്ന് ഒരു ഓർഡറും കൂടി വിളിച്ച് കൺഫേം ആക്കി തന്നു. 2 പീസ് അവർക്കും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കുള്ള തീറ്റയും അതുപോലെ തന്നെ ഫോക്സ് സ്റ്റൈലൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ ഉച്ചതിരിഞ്ഞ് പാക്കിങ്ങും അതുപോലെ തന്നെ കൊറിയർ കൊണ്ടു കൊടുക്കാനുള്ള ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. കൊറിയർ ഓഫീസിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരെണ്ണം 445 ഗ്രാമും അതുപോലെ തന്നെ മറ്റൊരെണ്ണം 620 ഗ്രാമാണ് വന്നിരിക്കുന്നത്. കിലോ വരെയുള്ളതിനെല്ലാം അവർ 60 രൂപ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അവിടെ കൊടുത്ത് നമ്മൾ കൊറിയറൊക്കെ അയച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മച്ചി തയ്ച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അമ്മച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തയ്ക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മച്ചി കുത്തിരുന്ന് തയ്ക്കുന്നുണ്ട്. തൊട്ടടുത്ത് ചിച്ചു കുത്തിരുന്നിട്ട് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഇപ്പോൾ എംബ്രോയിഡറി വർക്കൊക്കെ അവളുടെ നേരം പോക്കിന് ഇപ്പോൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അവരുടേതായ ചെറിയ ചെറിയ തിരക്കുകളിലാണ്. അപ്പോൾ അവരെ ഒട്ടും ശല്യപ്പെടുത്താതെ തന്നെ നമ്മുടെ നീയക്കൊച്ച് പൊന്നൻ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ട്. അതിനെ നോക്കി നിൽക്കുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ നീയക്കൊച്ചിൻ്റെ സംരക്ഷണം പൊന്നൻ്റെ കയ്യിലാണ്. പൊന്നൻ അവിടെ നിന്ന് മാറാറില്ല. എപ്പോഴും കൊച്ചിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നൊരു ശീലമാണ് നമ്മുടെ പൊന്നൻ്റെ കയ്യിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ 6 മണിയായപ്പോഴത്തേനും പള്ളിയിലേക്ക് തിരിച്ചെത്തി. പള്ളിയിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ നാളെ ഔസേപ്പിതാവിൻ്റെ തിരുനാളായതിൻ്റെ പേരിൽ നമുക്ക് ബൊക്കകളൊക്കെ വെക്കാനുണ്ട്. ഏകദേശം ഒരു 5-6 ബൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ആ ബൊക്കകൾ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അതിൻ്റെ പണി ഏകദേശം ഇരുട്ടാവുന്നതിന് മുമ്പ് 6 മണിക്ക് നമ്മൾ തുടങ്ങിയതാണ്. ഏകദേശം ഇപ്പോൾ 7-7:30 ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ചായയ്ക്ക് വേണ്ടി കുറേ നേരെ ഇങ്ങനെ കിടന്നു ഒച്ചപ്പാടും ലഹളയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ചായ ഇപ്പോൾ ഒരു പതിവായി. അപ്പോൾ ചായ എനിക്ക് വെക്കാൻ നേരമില്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലിൻറ്റൺ കുത്തിയിരുന്ന് ചായയൊക്കെ വെച്ച് ആ ചായ ഞങ്ങൾ കുടിക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ചായ കുടിയൊക്കെ ഏതാണ്ട് ഒതുങ്ങിയപ്പോഴത്തേനും 8 മണി ആയിട്ടുണ്ട്. പള്ളി അടച്ചു പോരേണ്ട സമയമായപ്പോഴത്തേനും നമ്മുടെ പൂക്കളൊക്കെ ബൊക്കെയായിട്ട് മാറിയ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ബൊക്കകളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ബൊക്കയുടെ പണി ഏകദേശം കഴിഞ്ഞു. 6 ബൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 4 അൾത്താരയിലേക്കും അതുപോലെ തന്നെ ഔസേപ്പിതാവിൻ്റെ അടുത്തേക്കും മാതാവിൻ്റെ അടുത്തേക്കൊക്കെ കണക്കാക്കിയിട്ടാണ് ഈ 6 ബൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ബൊക്കയുടെ സെറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ പള്ളിയുടെ അകത്തേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ കാണുന്ന 4 ബൊക്ക നമ്മൾ അൾത്താരയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്തിനിടയിൽ. ഇത് അവിടുത്തെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു കാഴ്ചകളാണ്. ഈ വൈകുന്നേരങ്ങളിൽ പൂവ് സെറ്റ് ചെയ്ത് അങ്ങനെ പൂവൊക്കെ സെറ്റ് ചെയ്ത് അൾത്താരയിൽ വെച്ച് നമ്മൾ 8 മണിയായപ്പോഴത്തേനും പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കുകളൊന്നും കാലത്തെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റിയിരുന്നില്ല. അതെല്ലാം രാത്രി വന്ന പാടെ എല്ലാ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ വലിച്ച് കളഞ്ഞ് അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ബാക്കി നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിപ്പിക്കുകയാണ്.